ഹരേ കൃഷ്ണ. ഈശ്വര ഭക്തിയുള്ളവർക്ക് ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴോ ഭഗവാനെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ കേൾക്കുമ്പോഴോ ഭഗവത് ആചാര്യന്മാരുടെ ഭാഗവതം, ഭഗവത്ഗീത ഇതുപോലുള്ള പുരാണ കഥകൾ കേൾക്കുമ്പോഴോ മനസ്സിന് വളരെയേറെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. വെറും കേൾവിയിലൂടെ മാത്രമാണ് ഭക്തരുടെ മനസ്സ് ഭഗവാനിൽ ലയിക്കുന്നത്. 9 വിധത്തിലുള്ള ഭക്തികളാണുള്ളത്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 വിധ ഭക്തികളാണുള്ളത്, നവഭക്തികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രവണഭക്തി. ഒരു ഭക്തിഗാനം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആദരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ രകിലം മധുരം. കൃഷ്ണൻ്റെ എല്ലാ ഗുണങ്ങളെയും വിവരിക്കുന്ന ഈ സ്തോത്രം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൃഷ്ണൻ്റെ അതിമനോഹരമായ അധരങ്ങൾ, അതിമനോഹരമായ മുഖം, അതിമനോഹരമായ താമര നയനങ്ങൾ, മധുരമൂറുന്ന ചിരി, അതിമനോഹരമായ നടത്തം ഇവയൊക്കെ ഒരു സ്ക്രീനിൽ എന്ന പോലെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. കണ്ണുകളടച്ച് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് ആ സ്തോത്രം മുഴുവൻ കേൾക്കുമ്പോൾ അതീവ സുന്ദരനായ മയിൽപ്പീലി ചൂടി മഞ്ഞപ്പട്ടുടുത്ത് കയ്യിൽ പൊന്നോടക്കുഴലുമായി സുന്ദരമായ ചിരിയോടെ കൃഷ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി കാണാൻ സാധിക്കും. ഇതെല്ലാം കേൾവിയിലൂടെ മാത്രമുണ്ടാവുന്ന അതീന്ദ്രിയമായ അനുഭവമാണ്. ഇനി തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തുളസിക്കതിർ നുള്ളിയെടുക്കുന്നതും ഒരു പൊട്ടാത്ത നൂലിൽ തുളസിക്കതിർ കെട്ടി മാലയാക്കി കണ്ണന് ചാർത്തുന്നതും എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരും. ആ പാട്ട് കഴിയുവോളം നമ്മൾ കണ്ണനോടൊത്തായിരിക്കും. ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്നതിലൂടെ ഭക്തിയിൽ വളരെയേറെ ഉയരാൻ സാധിക്കും ഏതൊരാൾക്കും. ഇനി എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിയും അത് പുണ്യകർമ്മമായി മാറും. പ്രഹ്ലാദൻ്റെ കഥ കേട്ടിട്ടില്ലേ? അമ്മയുടെ ഗർഭത്തിലിരിക്കെയാണ് ഭഗവാന്റെ ധാരാളം ലീലകളും നാമജപങ്ങളും പ്രഹ്ലാദൻ കേട്ടത്. പ്രഹ്ലാദൻ്റെ അമ്മ കയാതുവിന് നാരദർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ കഥകളൊക്കെ. പക്ഷേ ഗർഭത്തിലിരിക്കുന്ന പ്രഹ്ലാദനാണ് ഇതെല്ലാം മൂളിക്കേട്ടത്. ഇത് തന്നെയായിരുന്നു നാരദരുടെ ഉദ്ദേശവും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കേട്ട് കേട്ട് അമ്മ ഉറങ്ങിപ്പോയപ്പോഴും പ്രഹ്ലാദൻ എല്ലാം കേട്ടു പഠിച്ചു. ദശലക്ഷക്കണക്കിന് നാമങ്ങൾ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നേ പഠിച്ചു. അങ്ങനെയാണ് പ്രഹ്ലാദൻ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഭഗവത് നാമങ്ങൾ ജപിക്കാൻ തുടങ്ങിയത്. ശേഷം പല രീതിയിൽ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ അച്ഛൻ ഹിരണ്യകശിപു ശ്രമിച്ചിട്ടും പ്രഹ്ലാദന് ഭഗവാനോടുള്ള ഭക്തി കൂടുക മാത്രമാണ് ചെയ്തത്. ഒട്ടും കുറഞ്ഞില്ല. ഏതൊക്കെ വിധത്തിൽ കൊല്ലാൻ നോക്കിയിട്ടും ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് ഒരു പോറൽ പോലും പ്രഹ്ലാദന് ഏറ്റില്ല. ഭഗവാൻ പ്രഹ്ലാദനെ കാത്തുരക്ഷിച്ചു. മാത്രമല്ല, വെറും 5 വയസ്സ് മാത്രമുള്ള കുഞ്ഞു ഭക്തന് വേണ്ടി ഭഗവാൻ നരസിംഹാവതാരം എടുത്തു വരികയും ചെയ്തു. വെറും കേൾവിയിലൂടെ മാത്രം ഭക്തിയുടെ അത്യുന്നതങ്ങളിലെത്താൻ സാധിക്കും. ഭക്തിഗാനങ്ങളായാലും കഥകളായാലും പുരാണങ്ങളായാലും വെറുതെ കിട്ടുന്ന സമയങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ മനസ്സിലും ഭക്തി വളരട്ടെ. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.